ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിലാണ് വയനാട് മുണ്ടക്കയിൽ നിന്നുള്ള പ്രവാസികളിപ്പോൾ. വേദനയ്ക്കിടയിലും കടലിനക്കരെ നിന്ന് നാടിനു വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പാവം പ്രവാസികൾ. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. വയനാട് മുണ്ടക്കയിലുണ്ടായ ദാരുണ സംഭവത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെയാണ് വയനാട് മുണ്ടക്കയിലുള്ള അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള മലയാളികൾ. കഴിഞ്ഞ 2 ദിവസങ്ങളായി തങ്ങളുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓരോ നിമിഷവും കാതോർത്തിരിക്കുകയാണ്. ജോലിക്ക് പോകാൻ മനസ്സ് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇവിടെയുള്ള പ്രവാസികളെല്ലാം എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് അവസ്ഥ? നിലവിൽ ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് അതിനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും ഭീകരമാണ്. പക്ഷേ അതിലപ്പുറം ഞങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ ഓർത്തിട്ട് ഞങ്ങളെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആയിട്ട് മരണപ്പെട്ടവരുടെ അവരെക്കുറിച്ചൊരു വിവരമില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ ബോഡി പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങളുടെ അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ സുഹൃത്തുക്കളൊക്കെ മേപ്പാടി ഓരോ ഹോസ്പിറ്റലിലും ബോഡികൾ കൊണ്ടുവരുമ്പോൾ എൻ്റേതാണോ, ഇത് എൻ്റെ ജ്യേഷ്ഠനാണോ, എൻ്റെ ഉപ്പയാണോ, എൻ്റെ അമ്മയാണോ എന്ന് അറിയാൻ വേണ്ടി വരിവരിയായി കാത്തു നിൽക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ. ഒരു മനുഷ്യൻ്റെ അത് ആയുസ്സിൽ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരും ഉള്ളത്. ആരൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇനിയും ഞങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു ദുരന്തം അറിഞ്ഞത് രാത്രി 2 മണിയായപ്പോൾ ആദ്യത്തെ പൊട്ടലുണ്ടാവുകയും പിന്നെ ഞാൻ വഴിയാണ് അറിഞ്ഞത്. നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവർ തന്നെ അതിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു ആശ്വാസം, നമ്മളെ വീട്ടുകാർ രക്ഷപ്പെട്ടെങ്കിലും പക്ഷേ അതിലും വലിയൊരു ആഘാതമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോടുകൂടെ ഇടുക്കി ചേർന്നുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളെ നാടിനും നാട്ടുകാർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പുത്തുമലയിൽ ഇതേപോലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൽപ്പെട്ട ഒരാൾ കൂടിയാണ് നമ്മളൊപ്പം ഉള്ള ഇദ്ദേഹം. രണ്ടാമതും ഇത്തരത്തിലൊരു ദുരന്തം എങ്ങനെയാണ്? ഇത്തരത്തിലൊരു ദുരന്തം ആർക്കും ഉണ്ടാവരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, അതിൽ പെട്ടതുകൊണ്ട് നമുക്കതിൻ്റെ ഭീകരത നമുക്കറിയാം. എത്ര നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മളെ കൂട്ടുകാരുമായ ഒരുപാട് ആളുകളാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വന്ന് മിസ്സിംഗ് ലിസ്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാണ്. തീർച്ചയായും വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളം മുഴുവൻ കടന്നു പോകുന്നത്. ഇവർക്കൊപ്പം കേരള മനസ്സുണ്ട്, നമ്മളെല്ലാവരും ഒപ്പമുണ്ട്. പ്രവാസി സംഘടനകളെല്ലാം തന്നെ സാധാരണ ജീവിതത്തിലേക്ക് ആ നാടിനെ പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൈമെയ് മറന്ന് ശ്രമിക്കുമെന്നും ഉറപ്പാണ്. ദുബായിൽ നിന്നും ശരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.